ഒരിക്കലും ഒന്നിനും സുധിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല. എന്തു പറഞ്ഞാലും എന്റെ മനസ്സിൽ സുധിയുടെ അല്പം പോലും നീരസവും ഉണ്ടാവില്ല. കാരണം അത് പറയാനുള്ള അർഹത സുധിക്കുണ്ട്. പ്രസവിക്കാൻ കഴിവില്ലാത്തവൾ എന്ന അപമാനത്തിൽ നിന്നും എന്നെ കൈപിടിച്ച് കയറ്റിയത് സുധിയാ. ആ കടപ്പാട് മരണം വരെ നിരഞ്ജനയുടെ മനസ്സിലുണ്ടാവും. ഹൃദയത്തിൽ കൈവച്ച ഞാൻ ഈ പറയുന്നേ. ദയവായി ആച്ചിമ്മയോട് ഇനി അങ്ങനെ സംസാരിക്കരുത്. സുധിയോടുള്ള എന്റെ അപേക്ഷയത്. അവർ മറന്നു തുടങ്ങിയ നൊമ്പരവാ അത്. ഇപ്പൊ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവാൻ കാരണക്കാരി നിരഞ്ജന തന്നെയാ. നമുക്കിടയിലേക്ക് എന്തിനവരെ കൊണ്ടുവന്നു? കുഞ്ഞിനെ നോക്കാൻ ഒരു വേലക്കാരിയുടെ ആവശ്യം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിന്റെ ബന്ധത്തിൽ ഒരാളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു? അറിഞ്ഞു വെച്ച് നിരഞ്ജന അത് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. പിന്നെ എന്നെ നിയന്ത്രിച്ച് നിർത്താന്നുള്ളൊരു ഉദ്ദേശം നിരഞ്ജനയുടെ മനസ്സിലുണ്ടെങ്കിൽ നിരഞ്ജനയ്ക്ക് തെറ്റി. കാരണം നിലയില്ലാ കയത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുക ഞാൻ. എന്നെ നിയന്ത്രിക്കാൻ തനിക്കിനി കഴിയില്ല. നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. അച്ചിമ്മേ, കരയണ്ട. അച്ചിമ്മയുടെ വേദന എനിക്കറിയാം. അതെനിക്ക് മാത്രമേ അറിയൂ. നേരെ ഒന്ന് വെളുത്താ ഞാൻ പോകും മോളെ. എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. കരയണ്ട. ബോധമില്ലാതെ സുധി എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അച്ചിമ്മ എന്നെ വിട്ടു പോവരുത്. അവൻ ബോധമില്ലാതെ ഒന്നും അല്ല മോളെ പറഞ്ഞത്. മദ്യം കഴിക്കുമ്പോഴാ മനസ്സിനുള്ളതൊക്കെ പുറത്തു വരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവന്റെ ഈ സ്വഭാവം കണ്ട ഇനിയും ഞാൻ നല്ലതുമൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ട് ഇതൊന്നും കണ്ടും കേട്ടും നിൽക്കാതെ തിരിച്ചു പോകുന്നതാ നല്ലത്. ഇനി ഇവിടെ നിൽക്കാൻ മോളെന്നെ നിർബന്ധിക്കരുത്. എന്തു പറഞ്ഞാലും ആച്ചിമ്മ ഞാൻ ഇവിടെ നിന്ന് വിടത്തില്ല. ഈ സമയത്ത് ആച്ചിമ്മ ഇവിടെ ഉള്ളത് എനിക്കൊരു ബലമാണ്. പിന്നെ സുധിയുടെ വാക്കുകൾക്ക് അച്ചിമ്മ കാത് കൊടുക്കരുത്. എന്താ മോളെ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും കാണുന്നില്ല. അവന് നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടി, ഒരു കുഞ്ഞും ജനിച്ചു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണാനുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയുവോ? എന്താ അച്ചിമ്മ? ഇനി ഞാനറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ടോ? ഉണ്ടെങ്കിൽ മോളെ തന്നോട് തുറന്നു പറ. ഒന്നുമില്ല അച്ചിമ്മ. ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി അച്ചിമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സുധി. സിംഗപ്പൂരിൽ നിന്ന് വന്നതിന് ശേഷമാണ് സുധിക്ക് ഈ ശീലങ്ങളൊക്കെ തുടങ്ങിയത്. ചില സുഹൃത്തുക്കളാ സുധിയെ വഴിതെറ്റിക്കുന്നത്. മോൾ അവനോട് എതിർത്തൊരു വാക്ക് പറയില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന തോന്നല അവന്. എത്രയും പെട്ടെന്ന് മോൾ അവന്റെ വീട്ടിൽ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറയണം. വിശ്വനാഥനും ജയന്തി ഇങ്ങോട്ട് വന്ന് സുധിയായിട്ട് സംസാരിക്കട്ടെ. ഞാൻ വിളിച്ചു പറയാം അച്ചിമ്മ. എന്നാ മോള് പോയി കിടക്ക. സത്യം ഞാൻ പറഞ്ഞത്. ഷേണായി സാറ് ക്യാബിനിൽ വിളിച്ച് എന്നോട് ചോദിച്ചത് നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണോന്ന്. മാഡം എന്തു പറഞ്ഞു? അർച്ചനയുടെ മനസ്സറിയാതെ എനിക്കെന്ത് പറയാൻ പറ്റും? ഇപ്പോഴും അർച്ചനയൊന്നും വിട്ടു പറയുന്നില്ലല്ലോ. രാജീവന് അർച്ചനയിൽ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെന്നെന്തിനു പറയണം?
ഞാനൊരിക്കൽ അർച്ചനയോട് അത് തുറന്ന് ചോദിക്കുകയും ചെയ്തു. എന്നോട് അത് അവള് പറഞ്ഞില്ല. അതൊരു പ്രപ്പോസലല്ലേ മാഡം, അല്ലാതെ പ്രണയാഭ്യർത്ഥനയൊന്നുമല്ലല്ലോ. പിന്നെ അർച്ചനയുടെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മ തന്നെയാ പറഞ്ഞത് കല്യാണക്കാര്യം അവളോട് തുറന്ന് സംസാരിക്കാൻ. അതിലും അടിക്കേണ്ട കാര്യമില്ലെന്ന് ഞാനും കരുതി. അർച്ചന എന്ത് മറുപടി അപ്പൊ പറഞ്ഞത്? സംസാരത്തിൽ നിന്നും കുടുംബത്തിന്റെ ഉത്തരവാദിത്തം അർച്ചനയ്ക്കാണെന്ന് എനിക്ക് മനസ്സിലായി. കടമകളും ബാധ്യതകളോ പറഞ്ഞത്. ഒരു കണക്കിന് അത് ശരിയുവാ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റില്ലെന്നൊരു തോന്നൽ അർച്ചനയ്ക്കുണ്ട്. കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ അർച്ചനയോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും എനിക്ക് തോന്നിയത്. രാജീവൻ പറയുന്നത് ശരിയാ. റോസ് പോയതിനു ശേഷം കുറെ നാളായിട്ട് ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു എന്റേതും. അർച്ചന കൂടെ താമസിക്കാൻ തുടങ്ങിയപ്പോ എനിക്കും ഒരു കൂട്ടായി. അവള് കൂടെയുള്ളപ്പോ എനിക്കൊരു പ്രത്യേക എനർജി ഫീൽ ചെയ്യാറുണ്ട്. രാജീവന്റെ സൗമ്യമായ സ്വഭാവത്തിന് അർച്ചന എല്ലാ അർത്ഥത്തിലും ചേരും. പിന്നെ ഇന്ന് മിക്കവാറും അർച്ചനയുടെ അനിയത്തിയുടെ വിവാഹം ഉറപ്പിക്കുന്നൊരു സൂചനയുണ്ട്. അത് കഴിഞ്ഞ അവളുടെ പകുതി ബാധ്യത തീർന്നില്ലേ? ഇളയ കുട്ടിയെ മെഡിസിന് ചേർക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ട്. അവളുടെ പഠിപ്പും വിവാഹവും കഴിഞ്ഞു മതി തന്റേതെന്ന് തീരുമാനിക്കാൻ അർച്ചനയ്ക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചിന്തിച്ച പ്രായമൊക്കെ ഒത്തിരി കടന്നുപോയെന്ന് വരും. അർച്ചനയെ പോലെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന പലരുടെയും കുടുംബജീവിതം വൈകിപ്പോകുന്നത് അതൊക്കെ കൊണ്ട് തന്നെ. അർച്ചനയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ലെന്ന് നമുക്ക് കരുതാം. അവള് വേറെങ്ങും പോകുന്നില്ലല്ലോ, നമ്മുടെ കൂടെ തന്നെയില്ലേ? എന്തായാലും അനിയത്തിക്കുട്ടിയുടെ കല്യാണം ഒന്ന് കഴിയട്ടെ. പിന്നെ നിങ്ങളുടെ കല്യാണം ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഞാനല്ലേ പറയുന്നത്? അർച്ചനയ്ക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടാവുമെങ്കിൽ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ മാഡം. മനസ്സുണ്ടാവും. രാജീവനൊത്തുള്ള ജീവിതം അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അർച്ചനയുടെ ക്യാരക്ടർ വെച്ച് അവളത് തുറന്നു പറയാത്തതാ. എന്നാ ഞാൻ നടക്കട്ടെ. ശരി. അമ്മേ, അച്ഛമ്മയുടെ മോർണിംഗ് വാ. നിനക്ക് ഞങ്ങളെയൊക്കെ അറിയാവൂടാ? സ്വന്തം ആൾക്കാരെ കണ്ട പിന്നെ അവൻ അറിയില്ലേ? ആ മോളെ, സുധി ഇവിടെ അല്ലേ? മുകളിലുണ്ട്. ആ സുഖമല്ലേ അച്ഛമ്മേ? നല്ല സുഖം. മോനിവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നുവല്ലോ വിശ്വനാഥൻ സാർ അറിയുന്നുണ്ടോ? നിലത്ത് കാലുറയ്ക്കാതെയാ ഓരോ രാത്രിയിലും ഇവിടെ വന്ന് കേറുന്നത്. നിരഞ്ജനെ എതിർത്ത് ഒരു വാക്കുപോലും അവനോട് പറയില്ല. ഞാനൊന്ന് ഉപദേശിച്ചതിന് ഇന്നലെ രാത്രി അവൻ എന്നെ പറയാനൊന്നുമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ മുഖത്ത് നോക്കി ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നേരെ ഒന്ന് വെളുത്താ ഇവിടുന്ന് പോകാന്ന് മനസ്സിൽ ഉറപ്പിച്ചതാ ഞാൻ. അത് പിന്നെ അച്ഛമ്മ പോയ നിരഞ്ജനയ്ക്കാരോ ഒരു സഹായത്തിനുള്ളത്? ഒരു ജോലിക്കാരിയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ അവൾക്ക് പറ്റുമോ? അത് മാത്രം ഓർത്താ ഞാൻ ആ തീരുമാനം മാറ്റിയത്. എന്തായാലും ഞങ്ങൾ അവനോടൊന്ന് സംസാരിക്കാം. ആ, വന്ന കാര്യം നിൽക്കാതെ നിങ്ങൾ അകത്തേക്ക് വാ. കുഞ്ഞിനെ ഇങ്ങി താമേ. വാ വിശ്വട്ടാ. ആഹാ, രണ്ടാളും കൂടെ എന്തെങ്കിലും വിശേഷം ഉണ്ടായിട്ടും കൂടെ ഇറങ്ങിയതാണോ? സുഖമുള്ള വിശേഷങ്ങളല്ലേ നിന്നെക്കുറിച്ച് കേൾക്കുന്നത്? എന്റെ ജീവിതം ഇപ്പം ഇങ്ങനെയൊക്കെ ആണല്ലോ. നിങ്ങളൊക്കെ കൂടിയാണല്ലോ എനിക്കത് സമ്മാനിച്ചത്. ജീവിതം എന്തെന്നറിയാത്തവനോട് എന്ത് പറയാനാ? നീ ഇപ്പോഴൊരു മൂഢസ്വർഗത്തിലാ. അതിന്റെ പുറത്തായി കാണിച്ചു കൂട്ടുന്നതൊക്കെ. അർച്ചന ഇപ്പോഴും നിന്റെ ഓർമ്മകളിൽ ജീവിക്കുന്നുണ്ടെന്നാണോ നീ ഇപ്പൊ കരുതുന്നത്? അത് നിന്റെ തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇതിനിടയിൽ ഒരു വട്ടം പോലും അവളെ നിന്നെ വിളിക്കാൻ കൂട്ടാക്കിയില്ല. എന്നിട്ടും എന്തിനാടാ ഒരു പെണ്ണിന്റെ കൂടെ ജീവിച്ചിട്ട് കോമാളി വേഷം കെട്ടുന്നത്?
പ്രായം ചെന്ന ഒരു സ്ത്രീ കൂടി ഈ വീട്ടിലുണ്ട്. അവരുടെ മുന്നിലെങ്കിലും നിനക്ക് നിന്റെ വില കളയാതിരുന്നൂടെ? നിരഞ്ജനെ വിളിച്ചു വരുത്തിയിട്ടേ ഈ വരവെന്ന് എനിക്ക് മനസ്സിലായി. അതെ, അവള് പറഞ്ഞിട്ട് തന്നെയാ ഞങ്ങള് വന്നത്. നിങ്ങൾ എന്ത് പരിഹാരം ഇതിന് കാണാൻ പോകുന്നത്? ഇനി നിങ്ങൾ കൊച്ചിയിൽ താമസിച്ചിട്ട് കാര്യമില്ല. കുഞ്ഞ് നിങ്ങളുടേതല്ലെന്ന് ആരും പറയില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരണം. അതെ മോനെ, നിങ്ങൾ വീട്ടിലേക്ക് വരണം. ഞാൻ ഇവിടുന്ന് ഒരിടത്തേക്കില്ല. എടാ മോനെ, എന്തുകൊണ്ടും എനിക്കിപ്പോ കഴിയാൻ പറ്റിയ സ്ഥലം ഇവിടെ തന്നെയാണ്. ശബരി തന്നെ കാണാൻ വരുന്ന കാര്യമൊക്കെ എനിക്കറിയാം. അവൻ കൊണ്ടുവരുന്ന കാര്യങ്ങളിലൊന്നും ഒരു കഴമ്പുമില്ല. നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അർച്ചന എവിടെ ഉണ്ടെന്ന് വിശ്വേട്ടൻ അറിയാം. നീ ഒരു കുഞ്ഞിന്റെ അച്ഛനാണെന്ന് സത്യം അവക്കറിയാം. അറിയാതെ പോകുന്നത് ഇവനാ. ഇവൻ അർച്ചനയുടെ മുന്നിലേക്ക് ചെന്നാൽ അവൾ ഇവനെ അവഗണിച്ചു കളയും. നടരാജൻ പറഞ്ഞതുപോലെ ഇവന്റെ ഭ്രാന്ത് അന്നേ തീരൂ. അതെ, അർച്ചന എനിക്കൊരു ഭ്രാന്ത. അവളെ കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് ആ ഭ്രാന്ത് തീരൂ. അവൾ എവിടെയുണ്ടെന്ന് നിങ്ങൾ മറച്ചു വെച്ചാലും ഞാൻ അവളെ കണ്ടെത്തും. ശ്രുതിക്ക് അർച്ചനയിലേക്ക് എത്താൻ ഇനി അധികം ദൂരമില്ല. നിക്ക്, എന്റെ ചോദ്യത്തിനോട് ഉത്തരം തന്നിട്ട് പോ. അവളെ കണ്ടെത്തിയ നിരഞ്ജനെയും കുഞ്ഞിനെ നീ എന്ത് ചെയ്യും? എന്നെ വിട്ടുപോകാൻ നിരഞ്ജന എന്നേ തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പൊ കുഞ്ഞോ? കുഞ്ഞിനെ അവള് കൊണ്ടുപോകും. സ്വന്തം കുഞ്ഞായിട്ടല്ലേ അവൾ അതിനെ കരുതുന്നത്. കുഞ്ഞ് അവൾക്കുള്ളത് തന്നെയാ. വിശ്വേട്ടൻ, അവൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താടാ? മോളെ, അവനെയല്ല, നിന്നെയാ കുറ്റം പറയേണ്ടത്. അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാമെന്ന് നീ അവനോട് പറഞ്ഞോ? സുധി മറ്റൊരു പെണ്ണിനു വേണ്ടി വാശി പിടിക്കുമ്പോ അതല്ലാതെ ഞാൻ മറ്റെന്ത് പറയാനാ? സുധിക്ക് ഈ കുഞ്ഞിനോടുള്ള താല്പര്യമൊക്കെ പോയി. ഇവനെ ഒന്ന് കൈകൊണ്ടെടുത്തിട്ട് തന്നെ ദിവസങ്ങളായി. അതിന് മാത്രം എന്ത് തെറ്റാ ഈ കുഞ്ഞ് സുധിയോട് ചെയ്തത്? അർച്ചന എവിടെ ഉണ്ടെന്ന് അച്ഛനറിയോ? അർച്ചന എവിടെ ഉണ്ടെന്ന് അച്ഛനറിയോ? ഇല്ല മോളെ. അച്ഛൻ പിന്നെ സുധിയോട് അങ്ങനെ പറഞ്ഞതോ? അല്ല, അത് പിന്നെ അവനെ അടക്കി നിർത്താൻ അങ്ങനെ ഒരു കള്ളമല്ലാതെ മറ്റെന്താ എനിക്ക് പറയാനുള്ളത്? അവള് ചെന്നൈയിൽ ഒരു കമ്പനിയിലാണെന്ന് വ്യക്തമായ സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് അവൾ വീട്ടിലേക്ക് വിളിക്കാറുണ്ടെന്ന വിവരവും കിട്ടിയിട്ടുണ്ട്. അവള് നമുക്കൊരു പ്രശ്നമല്ലെന്നറിഞ്ഞ് അവളെക്കുറിച്ചുള്ള അന്വേഷണവും ഞാൻ അവസാനിപ്പിച്ചു. സുധി എന്തൊക്കെ ചെയ്താലും എവിടെ ചെന്ന് അന്വേഷിച്ചാലും ഈ ജന്മം അർച്ചനെ കണ്ടെത്താൻ പോകുന്നില്ല. ഒന്നിച്ച് ജീവിക്കേണ്ടവരാ നിങ്ങള്. ഒഴിഞ്ഞു കൊടുക്കാന്നൊന്നും മോളിനി അവനോട് പറയരുത്. നിനക്കോ സുധിക്കോ ഇനി മറ്റൊരു ജീവിതമില്ല. ഇനിയും ഈ അവഗണന സഹിക്കണമെന്നാണ് അമ്മ പറയുന്നത്. ഇനി വയ്യമ്മേ, സഹിക്കുന്നതിന്റെ പരിധി വിട്ടു. സുധിയുടെ എല്ലാ പിടിവാശികൾക്കും കൂട്ടു നിന്നവളാ ഞാൻ. അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ പഴി പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങളോട് പക വീട്ടാൻ വേണ്ടി സുധി ഒരു കുഞ്ഞിനെ ഏറ്റെടുത്തു. അതിൽ സുധി ആഹ്ലാദിക്കുകയും ചെയ്തു. ഇപ്പൊ അർച്ചനെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞപ്പോ സുധിക്ക് കുഞ്ഞിനെ വേണ്ടതായി. ഒരു നിമിഷം കൊണ്ട് സുധി കുഞ്ഞിനെ തള്ളിപ്പറഞ്ഞു. പക്ഷെ ഞാൻ ഇവനെ വളർത്തിയത് എന്റെ സ്വന്തം കുഞ്ഞായിട്ടാ. എനിക്കിവനെ തള്ളിക്കളയാൻ പറ്റില്ല.
അർച്ചനെ സുധിക്ക് കണ്ടെത്തി കൊടുക്കണം. ഞാനും എൻ്റെ കുഞ്ഞും ആർക്കൊരു ബാധ്യതയാവില്ല. ഞാൻ ഇവനെയും കൊണ്ടുപോയിക്കോളാം. മോളെ വിഷുട്ടാ, മോളെ വിഷുട്ടാ. കൂടെ ആളുകളുണ്ടെന്ന് വെച്ചാ വിളിക്കാതിരുന്ന്. പോയിട്ട് എന്തായി? അച്ഛനൊന്ന് അകത്ത് കയറിക്കോട്ടെ അമ്മേ. നിങ്ങളൊന്ന് പറ. പറയാനെന്തിരിക്കുന്നടേ, വാക്കും പറഞ്ഞു, കല്യാണം നിശ്ചയിച്ചു. പുനലൂര് ഒരു ദേവീക്ഷേത്രത്തിൽ വെച്ച് നടത്താനാ തീരുമാനം. എന്നിട്ട് തീയതി നോക്കിയോ? നോക്കി, 14-ന്. അന്ന് മാത്രമേ മുഹൂർത്തമുള്ളൂ. രാവിലെ 10:30-ക്കും 11-നും ഇടയ്ക്ക്. അപ്പോ ഇനി 2 ആഴ്ച തികച്ചില്ല. അത് കാര്യാക്കാനൊന്നുമില്ല. നമുക്ക് ഈ നാട്ടുകാരല്ലാതെ ബന്ധുക്കളായിട്ട് ആരുമില്ലല്ലോ. 2-3 ദിവസം കൊണ്ട് ക്ഷണിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഞാൻ വിളിച്ചോളാം. ഒരിക്കൽ അച്ചുവേച്ചിയുടെ വിവാഹം ക്ഷണിക്കാനിറങ്ങിയ പരിചയം അച്ഛനുണ്ട് അല്ലേ അച്ഛ? അതൊക്കെ എന്തിനാണ് നീ ഇപ്പൊ പറയുന്നത്? അർച്ചനയ്ക്കില്ലാത്ത ദണ്ണം ഒന്നും നിനക്ക് വേണ്ട. അവസരം നോക്കി അവള് പറയുന്നതാമേ. പിന്നെ വേറെ സംസാരം ഒന്നും ഉണ്ടായില്ലേ? രാമകൃഷ്ണകാരനൊരു ആള് ചില്ലറക്കാരനല്ല. വിഷ്ണുവിന്റെ താല്പര്യത്തിലല്ലടി ഈ കല്യാണം നടക്കുന്നത്. അർച്ചന അവനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സ്ത്രീധനത്തെ പറ്റി ഒന്നും സംസാരിക്കരുതെന്ന് അവൾ എന്നോടും പറഞ്ഞു. ആ ബലത്തിലല്ലടി ഞാൻ നാട്ടുകാരെയും കൂട്ടി അവിടെ പോയത്. പിന്നെ വിഷ്ണുവിൻ്റെ അമ്മാവൻ രാമകൃഷ്ണൻ വിഷയം എടുത്തിട്ടു. ഉടനെ വിഷ്ണു അതിൽ കയറി പിടിച്ചു. അങ്ങനെ ഒരു സംസാരം വേണ്ടെന്ന് പറഞ്ഞ് അവൻ അയാളുടെ വായ അടപ്പിച്ചു കളഞ്ഞു. പുറത്തിറങ്ങാൻ നേരം രാമകൃഷ്ണൻ രഹസ്യമായി എന്തൊക്കെ കൊടുക്കുമെന്ന് എന്നോട് ചോദിച്ചു. അച്ഛനെന്ത് പറഞ്ഞു? ഞാൻ അവൾക്ക് കൊടുക്കുന്നത് അവളുടെ കയ്യിലും കഴുത്തിലും കാണും. കല്യാണം കഴിയുമ്പോൾ രാമകൃഷ്ണൻ ചെന്ന് അഴിച്ചു വാങ്ങി തൂക്കി നോക്കാൻ പറഞ്ഞു. അതെന്തായാലും കലക്കി. അയാളെ കണ്ടാലറിയാം ഒരു അത്യാഗ്രഹിയാണെന്ന്. പിന്നെ അച്ഛൻ അച്ചുവേച്ചിയെ കണ്ടോ? അവളെ കാണാതെ വരാൻ പറ്റുമോ മോളെ? ബാങ്കിന്റെ മുമ്പിലെത്തി ഫോൺ വിളിച്ചപ്പോൾ അവൾ ഇറങ്ങി വന്നു. നിങ്ങൾക്കൊന്ന് കേറി ചെല്ലായിരുന്നില്ലേ? അവളിരുന്ന് ജോലി ചെയ്യുന്നത് കാണാൻ ഞാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്നോ. കൂടെ ആൾക്കാരൊക്കെ ഇല്ലേടി? നാട്ടുകാർക്കല്ലേ കാണിച്ചു കൊടുക്കണ്ടേ? പിന്നെ കുറച്ച് പണം അവള് തന്നിട്ടുണ്ട്. ഞാൻ എണ്ണി നോക്കിയൊന്നുമില്ല. പുനലൂര് എന്ന് കല്യാണ ഡ്രസ് എടുക്കാൻ പറഞ്ഞാ തന്നത്. എന്നാ ഡ്രസ് എടുക്കാൻ നാളെ തന്നെ പോവാം. പോവാം. ഇനി തിരക്ക് പിടിച്ച ദിവസങ്ങളല്ലേ വരാൻ പോകുന്നത്. വൈകിട്ട് കല്യാണക്കുറി അടുപ്പിക്കാൻ പോകണം. ദിവസക്കുറി വരും വരെ കാത്തിരിക്കണമെന്ന് വിഷ്ണു പറഞ്ഞു. എന്തായാലും ഇങ്ങനൊരു പയ്യനെ കിട്ടിയത് നമ്മുടെയൊക്കെ ഭാഗ്യം തന്നെയാണ്. നമുക്കിങ്ങനൊരു ചേച്ചിയെ കിട്ടിയതാ ഭാഗ്യം. ആ ഭാഗ്യത്തിന്റെ നിഴലിലാ നമ്മളൊക്കെ ജീവിക്കുന്നത്. നീ പറഞ്ഞത് ശരി തന്നെയാ മോളെ. അച്ചുവേച്ചി നമ്മുടെ പുണ്യം തന്നെയാ. രേവതി, ജയന്തി വാ. ജയന്തി ഈ വഴിയൊക്കെ മറന്നെന്നാ ഞാൻ കരുതിയത്. ഗീതയ്ക്കും അങ്ങോട്ടൊന്ന് വരാം. അതായിരുന്നല്ലോ പതിവ്. നിങ്ങൾ എന്നിൽ നിന്ന് ഓരോന്ന് ഒളിച്ചു വെക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി വരുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാ നിങ്ങൾക്കൊരു ശല്യമാവാതിരിക്കാൻ ഞാൻ അങ്ങോട്ട് വരാത്തത്. എന്റെ മുന്നിൽ കള്ളങ്ങൾ പറഞ്ഞ് ജയന്തി ബുദ്ധിമുട്ടുകയും വേണ്ട. പിന്നെ നിരഞ്ജനയ്ക്കും കുഞ്ഞിനും സുഖം തന്നെയല്ലേ? കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ വലിഞ്ഞു കയറി ചെല്ലുന്നത് മോശമല്ലേ? ഗീത ഈ പരിഭവം പറിച്ചിലൊന്ന് നിർത്ത്. നിരഞ്ജനയും സുധിയും തമ്മിൽ അത്ര സുഖത്തിലൊന്നും അല്ല പോകുന്നത്. അവൻ അവളെ കൊണ്ട് സിംഗപ്പൂരിലൊക്കെ പോയതല്ലേ? ഇപ്പോഴെന്താ രസക്കേട് തോന്നാൻ? അതിന് കാരണം ശബരി തന്നെയാ. അവൻ എന്ത് ചെയ്തെന്നാ ജയന്തി പറയുന്നേ? പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കായിരുന്നു സുധീ നിരഞ്ജനെ.
എവിടുന്നൊക്കെയോ കിട്ടിയ അറിവ് വെച്ച് ശബരി സുധിയുടെ മനസമാധാനം കെടുത്തി. അർച്ചന ഇപ്പോഴും വിവാഹം കഴിക്കാതെ ജീവിക്കുകയാണെന്നും സുധിയുടെ കുഞ്ഞിനെ അവള് പ്രസവിച്ചെന്നും ഒക്കെ ശബരി ചെന്ന് അവനോട് പറഞ്ഞു. അർച്ചനയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ മറന്നു തുടങ്ങിയതായിരുന്നു അവൻ. അതിനിടയില് ശബരി ചെന്ന് ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇങ്ങനൊരു വാർത്ത കേട്ട് ആരായാലും തകർന്നു പോവില്ലേ? ശബരി സുധിയോട് ചെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. സുധിക്ക് തന്നെ ഊഹിക്കാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഗീത മകനെ ന്യായീകരിക്കാനൊന്നും നിൽക്കരുത്. ഇത്രയും കാലം സുധിക്ക് അങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. നിരഞ്ജന എന്നെ വിളിച്ചിരുന്നു. ശബരി പറഞ്ഞ കാര്യങ്ങളൊക്കെ സുധി അവളോട് പറഞ്ഞു. ഗീതയ്ക്കത് നിഷേധിക്കാനൊന്നും പറ്റില്ല. ഗീത ശബരിയോട് കാര്യങ്ങളൊക്കെ വിശദമായി പറയണം. പണ്ടെങ്ങോ ഉണ്ടായ ഒരു സംഭവത്തെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ഒരു പെണ്ണിന്റെയും കുഞ്ഞിന്റെയും ജീവിതം ഇല്ലാതാക്കരുത്. അവൻ വരുമ്പോ ഗീത അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം.